വിജയുടെ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു സമയം നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് ജൂലൈ 6, ജൂലൈ 9 വരെയാണ് ട്രംപ് നമുക്ക് തന്നിരിക്കുന്ന സമയം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഒപ്പിടാനും കാര്യങ്ങൾ. അപ്പൊ ഇന്നലെ നമ്മുടെ പ്രതിനിധി സംഘം തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അമേരിക്കയിൽ പോയി കൊണ്ടുപിടിച്ച ചർച്ചകളൊക്കെ നടത്തി തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഇന്ത്യയുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് അംഗീകരിച്ച് മാത്രം ലോകരാജ്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന് ശക്തിയുക്തമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടനയ്ക്ക് മുമ്പിൽ ട്രംപ് ഇങ്ങോട്ടേക്ക് താരിഫ് അടിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രതികാര താരിഫ് ഞങ്ങളും തിരിച്ചടിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയെ നമ്മൾ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളൊന്നും തന്നെ ഇന്ത്യ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നിട്ട് ഇന്ത്യ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വ്യാപാര കരാർ ജനിക്കുന്നത്, പീയൂഷ് ഗോയൽ ഇങ്ങനെയാണ് സംസാരിച്ചത്, ഒരു വ്യാപാര കരാർ ജനിക്കുന്നത് ഒരാൾക്ക് മാത്രം ഗുണം കിട്ടിയാൽ ഒരു വ്യാപാര കരാർ ജനിക്കില്ല. രണ്ട് രാജ്യങ്ങളുടെ താല്പര്യങ്ങളും അവിടെ സംരക്ഷിക്കപ്പെടണം. ആ രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ളതായിരിക്കണം. അല്ലാതെ ഈ താല്പര്യങ്ങൾ ഒരു രാജ്യത്തിന് ദോഷവും വേറൊരു രാജ്യത്തിന് ഗുണവുമാകാൻ പാടില്ല. രണ്ട് രാജ്യങ്ങൾക്കും ദോഷമാകാൻ പാടില്ല. മറിച്ച് രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കണം. വളരെ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകണം. ഇത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എങ്കിലും സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് തീർത്തിട്ടുണ്ട്. മെയിൻ വിഷയങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ഈ GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന്റെ വിഷയങ്ങളൊക്കെ അവിടെ ഏറെക്കുറെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. താരിഫ് അടിക്കാനാണ് ഭാവമെങ്കിൽ നമ്മളും തിരിച്ച് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിനോടുള്ളൊരു വെല്ലുവിളിയാണോ നമ്മുടെ രാജ്യം നടത്തിയത്? അല്ല, പീയൂഷ് ഗോയലിന്റെ പുതിയ നിലപാടല്ല. നേരത്തെ മുതൽ തന്നെ നമ്മുടെ നിലപാട് അങ്ങനെയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് നമ്മളിപ്പോ രണ്ട് കൂട്ടർ തമ്മിൽ ഒരു കരാർ വെക്കുക എന്ന് പറയുന്ന ആ എഗ്രിമെന്റിനകത്ത് രണ്ടു കൂട്ടർക്കും ഗുണകരമാകണം. അതില് ഓരോ കൂട്ടർക്ക് മാത്രം എല്ലാം ഗുണകരമായിട്ടുള്ളതിനെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയും. അത് പണ്ടും ഇന്ത്യ നരേന്ദ്രമോദി സർക്കാർ ഇന്നേ വരെ അത് എങ്ങും പോയിട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ഇത്, അതായത് നിങ്ങളുടെ ആയുധമൊന്നും തരുമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ തരുമോ എന്നൊന്നും ചോദിച്ച് എങ്ങും പോയി അദ്ദേഹം നിന്നിട്ടുമില്ല. അതിനുവേണ്ടി കിണഞ്ഞ് യാചിച്ച് നിന്നിട്ടുമില്ല. അതിന്റെ ആവശ്യമേ നമുക്കില്ല. കാരണം അമേരിക്ക എന്തുകൊണ്ടാണ് ട്രംപ് താരിഫ് ഉയർത്തുന്നത് വെച്ചാൽ ആ രാജ്യത്തിന് ഗുണപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഇന്ത്യക്കാരന് ഗുണപ്പെടാനല്ലല്ലോ ഒരിക്കലും അത് ചെയ്യുന്നത്. നരേന്ദ്രമോദി പണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ രാജ്യത്തിന് ഗുണം വരുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ, അതുകൊണ്ട് എനിക്ക് 10 രൂപ കുറച്ച് ആര് എണ്ണ തരുമോ അതിനി നിങ്ങൾ ആര് നിരോധനം ഏർപ്പെടുത്തിയാലും ഞങ്ങൾ അവിടെ നിന്ന് പോയി എണ്ണ വാങ്ങും. എനിക്ക് എന്റെ രാജ്യത്തിൽ 10 രൂപ കുറച്ച് എവിടെയെങ്കിലും ആരെങ്കിലും ഇറക്കും. എന്തിനാണ് നമ്മൾ വിയറ്റ്നാമിലെ വാഹന കമ്പനികളുമായിട്ട് നമ്മൾ കരാർ ഒപ്പുവെച്ചത്? നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ടവന് 5 ലക്ഷം രൂപ കയ്യിലുള്ളവന് 3 ലക്ഷം രൂപ കയ്യിലുള്ളവന് ഒരു ഇലക്ട്രിക് കാർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾക്കും കൂടെ ഒരു ചാൻസ് ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. ഇവിടെ 100%, അതായത് നമുക്കിപ്പോ ഒരു രാജ്യത്തെ ഈ ലോകക്രമത്തിൽ നമുക്ക് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ വെല്ലുവിളിച്ച് പോകാൻ കഴിയില്ല. പകരം ഈ ലോകക്രമത്തിൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി സമന്വയത്തിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. കാരണം വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും കണക്റ്റഡ് ആണ്. ഇവിടെയാണ് ട്രംപ് സ്വന്തം അതായത് അദ്ദേഹത്തിന് ഒരു സ്വച്ഛാധിപതിയെ പോലെ, സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാവരും തന്നെ അതേ രീതിയിലാണ് ഒരു ലോകത്തിന്റെ മുഴുവൻ കിങ്, ലോക പോലീസ് എന്നൊരു ഇമേജിലാണ് അവർ പോകുന്നതെങ്കിലും ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെയാണ് അവർ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത്. പക്ഷെ ട്രംപ് അങ്ങനെയല്ല, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും. ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനും കഴിയില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സമരസത്തിൽ പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാതൃക. ചൈന ഏറ്റവും വലിയൊരു ശക്തിയാണ് ലോകത്തില്. അവരെവിടെങ്കിലും അവരുടെ മസിൽ പവർ കൊണ്ട് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അവര് നയത്തിൽ നിന്ന് കാര്യം പറഞ്ഞ് അവിടെ കടന്നു കയറുകയാണ് അവർ ചെയ്യുന്നത്. റഷ്യ ലോകത്ത് എവിടെങ്കിലും അവര് പവർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സാധനം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് ഈ ട്രംപിനുള്ള ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ കടുംപിടുത്തങ്ങളാണ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. അതൊരിക്കലും ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഒരു യൂട്യൂബർ കേരളത്തിൽ, വിവാദപരമായ ഒരു യൂട്യൂബർ പറഞ്ഞു, ട്രംപ് അധികാരത്തിൽ കയറിയതിന്റെ അന്ന് രാത്രി മോദിയെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ മതവിഭാഗത്തിൽ പെടുന്നവരൊക്കെ ജയിലിൽ കിടപ്പുണ്ട്, അവരെയൊക്കെ റിലീസ് ചെയ്യണം, നിങ്ങൾക്കത് അറിയില്ല. 750 പേരെ ഇന്ന് രാത്രി വിട്ടു, നാളെ ഒരു 2000 പേരെ വിടുമെന്ന്. ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ? ഇത് അങ്ങനെ നടക്കുന്ന ഒരു കാലമില്ലായിരുന്നു, പണ്ടുമില്ലായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ താരിഫ്, ഇതിനകത്ത് ഒരു വലിയ വിഷയമുണ്ട്. കാരണം പാൽ വിപണി, ഇന്ത്യയിലെ ഈ ക്ഷീര വിപണി തുറന്നു കൊടുക്കാനേ കഴിയില്ല നമുക്ക്. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന് ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ലോകത്തെ 1ാം നമ്പർ രാജ്യമാണ്, ഈ പാൽ ഉൽപാദക രാജ്യമാണ്, കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് അത് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, സോയാബീൻ, ചണം, ചോളം,
ഇത് ഏറ്റവും വലിയ കർഷകർ ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ന് അത് വലിയ രീതിയിൽ ഉം, നമ്മൾ ഉം, ഉം, വികസിച്ചിരിക്കുന്നു. അവിടെയും അത് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് പറയുന്നത്, ഇത് പറ്റില്ല. പകരം ഉം, നിങ്ങൾക്ക് ഞങ്ങള് ഇളവുകൾ തരാം. സ്വാഭാവികമാണല്ലോ, നമ്മൾ സമന്വയത്തിൽ പോകണമല്ലോ, കടുപ്പിടുത്തത്തിൽ പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് ഒന്ന് നിങ്ങളുടെ ബ്രാൻഡികൾ മദ്യമാണ്, വിസ്കിയും ബ്രാൻഡിയുമാണ്. അതിന് ഞങ്ങൾ കുറച്ച് തരാം. നിങ്ങളുടെ അതുപോലെ തന്നെ കാലിത്തീറ്റ, ഇന്നലെ ആരോ നമ്മുടെ ചർച്ചകൾ തെറ്റിദ്ധരിച്ചു. കാലിത്തീറ്റയിൽ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ ഇത് അനുവദിക്കാണ്. ഇന്നലെ തെറ്റിദ്ധരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികൾക്കുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഉം, കാലിത്തീറ്റ വിഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഇത് നിങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം തരാം ഉം, ഉം. എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ചില വിളകൾക്ക് നിങ്ങൾ ഈ ജനിതക മാറ്റം വരുത്തിയ ചില വിളകൾ നിങ്ങൾ ഇറക്കുമതി ചെയ്തോളൂ. കാരണം ആ വിളകൾ നമ്മൾ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളല്ല. അതുകൊണ്ട് നിങ്ങളത് ചെയ്തോളൂ. കാരണം നമുക്കൂടെ അത് അഡ്ജസ്റ്റബിൾ ആകണ്ടേ ആ സാധനം എന്തെന്നുള്ളൂ. അതിൽ ട്രംപ് വെച്ചിരിക്കുന്ന ഒരു വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ ഒപ്പിടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ ഞങ്ങൾ എടുത്തോളാം എന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോഴും ആപ്പിൾ കച്ചവടം ചെയ്യുന്നുണ്ടോ? അപ്പൊ അവിടെയൊക്കെ മാത്രം ഈ ചൈനയ്ക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ, ചൈന ഉൽപ്പാദിപ്പിക്കുന്നതിൽ 74% കയറിപ്പോകുന്ന അമേരിക്കയിലേക്ക് കയറി. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 74% അമേരിക്കയിലേക്കല്ല കയറിപ്പോകുന്നത്. പക്ഷെ നമുക്ക് നഷ്ടം വരും ഇത് ഒരു കരാർ പൂർണ്ണമായി റദ്ദാക്കുക. അമേരിക്കയ്ക്കും നഷ്ടം വരും ഒരു കരാർ റദ്ദാക്കി മുമ്പോട്ട് പോകാനായിട്ട്. പകരം ഇതിനകത്ത് എവിടെയൊക്കെയാണോ നമുക്ക് എന്താണ് സമന്വയപ്പെട്ടു പോകുന്ന ആ ഒരു മേഖലകൾ തെരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് ട്രംപിന് കഴിയും. ട്രംപ് പിടിക്കുന്നിടത്തൊന്നും ഇനി ലോകം ഒന്നും കിട്ടില്ല, പ്രത്യേകിച്ച് ഇന്ത്യ ഒട്ടും കിട്ടില്ല. ഇവിടെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ശരി നിങ്ങളുടെ അദ്ദേഹം വാഹന വിപണി എന്ന് പറഞ്ഞത് കാറിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഈ അവരുടെ ഈ ഒരു ബൈക്ക് ഉണ്ട് ഇവിടുത്തെ, നമ്മുടെ പിള്ളേർ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഹാർലി എന്ന് പറഞ്ഞിട്ടൊരു, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. ആ ഒരു ബൈക്ക് ഹാർലി ഡേവിഡ്സൺ. ഭയങ്കരമായിട്ടൊരു ഭയങ്കര പോപ്പുലർ ബൈക്കാണ്. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെറുപ്പക്കാരായ യുവാക്കളുടെ ഒരു അല്ല, ഹരവുമാണ് ഈ ഞാനൊരു സാധനം. കാര്യം അപ്പൊ പറയട്ടെ. അത് വലിയ ഇപ്പൊ നമ്മുടെ പഴയ പോലെ അമേരിക്കയിലെ സാധനങ്ങൾ നോക്കി കാണുന്നത് പോലെ നമുക്കിപ്പോ വലിയ രീതിയിലുള്ള ഒരു എന്താണ്, ഒരു തൊട്ടുകൂടായ്മയോടുകൂടി അമേരിക്കയിലെ സാധനങ്ങൾ നോക്കി കാണേണ്ട ആവശ്യമേ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല ഉദാഹരണത്തിന് ഇപ്പൊ ഇല്ല ഐഫോൺ എന്ന് പറയുന്ന ഒരു സാധനം പണ്ട് പണക്കാരന്റെ മാത്രമായിരുന്നു. ഇപ്പൊ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ പോലും ഐഫോണാണ് ഇരിക്കുന്നത്. ഡൂക്ക് അമേരിക്കയിലെ സാധനമല്ല, ഞാനിങ്ങനെ പറയാണ്. ഡൂക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇപ്പോഴും കൊച്ചു പയ്യന്മാര് നമ്മുടെ നാട്ടിൽ പെയിന്റ് പണിക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ കയ്യിൽ ഡൂക്ക് ബൈക്കുണ്ട്. ഇനി ഹാർലി ഡേവിഡ്സന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഹാർലി ഡേവിഡ്സന്റെ വില ഇന്ന് എന്താണ് കുത്തനെ ഇടിഞ്ഞ് നമ്മുടെ ഹീറോ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ബൈക്ക് കമ്പനി ഹാർലി ഡേവിഡ്സണും സംയുക്തമായി ചേർന്നിട്ട് ഹാർലി ഡേവിഡ്സൺ 440X എന്ന് പറയുന്ന ഒരു ബൈക്ക് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ആ ബൈക്കിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 3 ലക്ഷം മാത്രമേ ഉള്ളൂ. അതിന്റെ വില 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അയ്യോ എന്ന് പറയുന്ന ഒരു തുകയൊന്നുമില്ല. സ്വപ്നം കാണാൻ പറ്റുന്ന തുക തന്നെയാണ്. അത് എടുക്കാനും പറ്റും, അല്ലെങ്കിൽ EMI എടുത്ത് ഓട്ടിക്കാനും പറ്റും. ഹാർലി ഡേവിഡ്സൺ 440X എന്ന് പറയുന്ന ബൈക്ക് അതിപ്പോ ഇവിടെ ഉണ്ട്. അമേരിക്കയുടെ പല കാര്യങ്ങളും അമേരിക്കയുടെ അവിടെ അയ്യോ ഹാർലിയാണ് എന്ന് പറയുന്ന ആ സാധനമൊക്കെ ഇപ്പൊ ചുളു വിലക്ക് നമ്മളിപ്പോ, ടു ബി ഫ്രാങ്ക്, നമ്മളിപ്പോ ചൈനയുടെ പാത സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവരുമായിട്ട് സമന്വയിപ്പിച്ച് ഹീറോ ആയിട്ട് സമന്വയിപ്പിച്ച് ഇറക്കിയിട്ടുണ്ട്. ഈ ബൈക്ക്, ഹാർലിയുടെ ഈ ബൈക്ക് ഹീറോവുമായിട്ട് സമന്വയിപ്പിച്ച് ഇറക്കിയിരിക്കുന്നത് കൊണ്ട് ഈ ബൈക്കിന് ക്വാളിറ്റി മോശമായിരിക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു സമയത്ത് ഈ ഹാർലി ഡേവിഡ്സനെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബൈക്ക് കാണാനിടയാവുകയും ഇതിന്റെ റിവ്യൂസ് എല്ലാം എടുത്ത് കണ്ടതുമാണ്. ഇതിന്റെ റിവ്യൂസിലെല്ലാം അവർ പറയുന്നത് ആ ഹാർലി ഡേവിഡ്സൺ എങ്ങനെയാണോ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഹാർലി ഡേവിഡ്സണും. പവറിന് കുറവില്ല, അതിന്റെ എക്സോസ്റ്റ് ശബ്ദത്തിന് കുറവില്ല, യാതൊരുവിധ പ്രശ്നവും ഇതിനില്ല. അതുപോലെ ഇപ്പൊ അവിടെയുള്ള സകല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഇവിടെയും കിട്ടും. അവിടെ ഉള്ളതിനെക്കാട്ടിലും ക്വാളിറ്റിയിലും വിലക്കുറവിലും കിട്ടുമെന്ന രീതിയിൽ നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ഈ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇവിടെ വരുമ്പോൾ അതാ നോക്കുന്നടാ, ഹീറോയും ഹാർലി ഡേവിഡ്സൺ തമ്മിൽ സംയുക്തമായിട്ട് പ്രവർത്തിച്ച ഒരു ബൈക്ക്, അതും വില കുറഞ്ഞു. ഒരു ഹാർലി ഡേവിഡ്സൺ ഇപ്പൊ എടുക്കാൻ തന്നെ കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയാവും. അപ്പൊ കാണാം 3 ലക്ഷം രൂപയ്ക്ക് ഹീറോയും ഹാർലിയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് മോദി കരാറുണ്ടാക്കി ഇവിടെ ബൈക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് എവിടത്തെ കോപ്പിലെ സംഭവമാണ്? അങ്ങനെയാണെങ്കിൽ നമ്മളെ മാർക്കറ്റ് അത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ. അല്ല, അത് മാത്രമല്ല, അമേരിക്ക വിട്ട് ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതും അദ്ദേഹത്തിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ആപ്പിളിനെതിരെയൊക്കെ പുള്ളി വാളെടുക്കുന്നതിന്റെ ഒരു പ്രധാന വിഷയം അതാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ കുരുങ്ങി നിൽക്കണം. പക്ഷെ ഇതിനകത്ത് സാധ്യമാകുന്ന ഒരുപാട് വഴികൾ ട്രംപിന് മുൻപിൽ തന്നെയുണ്ട്. കാരണം ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം, സ്വാഭാവികമാണ്. പിന്നെ മറ്റൊന്ന് അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആയുധങ്ങൾ. നമ്മളിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്നില്ല. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം. പിന്നെ നമ്മൾ പിന്നെയും കുറച്ചുകൂടെ നമ്മൾ ആശ്രയിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ ടെക്നോളജി ഉൾപ്പെടെ, ടെക്നോളജി അല്ല ഇപ്പോൾ ഇവിടെ തന്നെയാണ് നിർമ്മാണം നടക്കുന്നത്. S500 ഇവിടെയാണ് നിർമ്മിക്കുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ന്യൂസ്. ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അപ്പൊ
അത് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് സമന്വയത്തിന്റെ പാതയിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ അനവധി കാര്യങ്ങൾ ട്രംപിന് ചെയ്യാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ലോകക്രമങ്ങളിൽ തന്നെ അത് ഒരുപാട് വ്യതിയാനം വരും. പ്രത്യേകിച്ച് ഇന്ത്യ കണക്ക് ഒരു രാജ്യത്തിന് ഉം. വെല്ലുവിളിച്ച് പോകാൻ കഴിയില്ല. കാരണം നരേന്ദ്രമോദി നമ്മൾ കണ്ടതാണ്, ചൈന കഴിഞ്ഞ ദിവസം അവരുടെ ഈ റയറായിട്ടുള്ള മെറ്റൽസ് നമുക്ക് തരില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം നമ്മൾ 3 രാജ്യങ്ങളുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചത്. ഓസ്ട്രേലിയ, ബ്രസീല്, അർജന്റീന. അതെ അതെ. അവിടെയും ഈ പിന്നെ അപൂർവമായ ധാതുക്കളുണ്ട്, അവിടെ നമ്മൾ ചെയ്യുന്നു. കോഡ് സഖ്യത്തിൽ പോയി എസ് ജയശങ്കർ ആ 4 രാജ്യങ്ങളുമായി സഖ്യത്തിലായത് എന്തിനായിരുന്നു? ഈ മിനറൽസ് നമുക്ക് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ നരേന്ദ്രമോദി പോകുന്നിടത്ത് എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പം നമ്മൾ ലോകത്തെ മുഴുവൻ ചെറുകിട രാജ്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയി നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഈ ഒരു കാലഘട്ടം ഇപ്പൊ നമ്മൾ തന്നെ അങ്ങനെയല്ല. നമ്മളൊരു മാർക്കറ്റിൽ ഇറങ്ങി ഒരു പച്ചക്കറി അയാൾ പറയുന്ന വിലയ്ക്ക് നമ്മൾ എടുക്കാറില്ലല്ലോ. നമ്മൾ ആ മാർക്കറ്റിൽ ഉടനീളം സഞ്ചരിക്കും അല്ലെ. 10 രൂപ എവിടെ കുറച്ച് കിട്ടുമെന്ന് നോക്കും, അവന്റെ നമ്മൾ വാങ്ങും. അത് സ്വാഭാവികമാണ്, രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന നയം നടക്കത്തില്ല. പക്ഷെ ഇന്ത്യ മുൻപോട്ട് വെച്ച ആ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് കുറെ വിപണികൾ ഞങ്ങൾ തുറന്നു തരാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ചില മേഖലകൾ ഞങ്ങൾ തുറന്നു തരാമെന്ന് പറയുന്നുണ്ട്. ഒപ്പം ആ മേഖലകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നതാണ് കുറച്ചുകൂടെ ലാഭകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ള രീതിയിലേക്ക് ടാക്സ് ഡിവൈഡ് ചെയ്യുക. അതല്ലാതെ ഒരിക്കലും അമേരിക്കയുടെ ഈ കടുംപിടുത്തത്തിനൊന്നും ഒരിക്കലും ഇന്ത്യ വഴങ്ങില്ല എന്ന് 101% ഓരോ ഇന്ത്യക്കാരനും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ സംഭവിക്കുകയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങളില്ലെങ്കിൽ എന്നേ ലേഖനം എഴുതി തുടങ്ങേണ്ടതാണ്. മോദിയുടെ മുട്ട് വിറയ്ക്കുന്നു, മോദിയുടെ കാലിടറുന്നു, മോദി മാപ്പ് എവിടെ പോയതേ, ട്രംപിന് അടിയറ വെക്കാൻ പോകുന്നു. എന്തേ ഒരു പ്രതിപക്ഷം പോലും പറയാത്തതിന് കാരണം എന്താ? അവർക്ക് നന്നായി അറിയാം. നരേന്ദ്രമോദി മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അദ്ദേഹം ഇവിടെ ഇപ്പൊ അർജന്റീനയിലാണ്. അർജന്റീനയിൽ എത്തുന്ന 2ാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഏറ്റവും വലിയ രസമുണ്ട് ഈ അർജന്റീനയിൽ എത്തുമ്പോൾ. അർജന്റീനയ്ക്കും ഇന്ത്യക്കും ഒരേ പ്രായമാണ്. 75 വർഷമായി അവരും സ്വാതന്ത്ര്യം നേടിയിട്ട്. 1947 ഒരു ആദ്യത്തെ അർജന്റീനക്കാരൻ ഇന്ത്യ വരുന്നത്. പിന്നെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മാരകവും മറ്റുമൊക്കെ അർജന്റീനയിലുണ്ട്. അപ്പൊ അർജന്റീനയിൽ എത്തിയിരിക്കുകയാണ് നമ്മള്. അവിടുന്ന് കിട്ടി, അവിടുത്തെ ഇന്നലെ ധനുഷ് ചോദിച്ചില്ല അവിടുന്ന് കിട്ടിയതാണോ അല്ലെന്ന് അറിയില്ല, അവിടുന്ന് കിട്ടി മറ്റേ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി. അവിടെയുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ബന്ധം സ്ഥാപിച്ച് വരുന്ന ഒരു രാജ്യം, ശക്തമായ വിപണിയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തെ പ്രഷർ ചെലുത്തി. ചൈന പോലല്ല ഇന്ത്യ, അതാണ് വ്യത്യാസം. ചൈനയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിപണി ഇടിയും ഈ താരിഫില്. ഇന്ത്യൻ വിപണി ഇടിയില്ല താരിഫില്. ഈ വിപണിയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, വാജ്പേയി ഭരിക്കുന്ന കാലത്ത്, അമേരിക്ക വലിയ ശക്തമായിരുന്ന കാലത്ത്, അന്ന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ അതിജീവിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പിന്നാക്കം പോയി, നമ്മുടെ ഒരുപാട് പദ്ധതികൾ നിർത്തിവെക്കേണ്ടി വന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നാക്കം പോയി. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് മുന്നോട്ട് കയറി വന്നു. അപ്പൊ അത് നടക്കില്ല. അപ്പം ഈ ഒരു ധാർഷ്ട്യം വെടിഞ്ഞുകൊണ്ട് എല്ലാ രാജ്യങ്ങളും, ഇപ്പൊ ഇന്ത്യ ആയിട്ടെന്ന് മാത്രമല്ല എല്ലാവരുമായിട്ടൊരു ഇതിൽ പോകുന്നതായിരിക്കും ഉത്തമമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം വെച്ചാല് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫ് കൊടുത്തുകൊണ്ട് ചൈനയിലെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിന്റെ സമാനമായ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇന്ത്യയും ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുമായ ഒരു ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഉൽപ്പന്നം തന്നെ വലിയ കുഴപ്പമില്ലാതെ അമേരിക്കൻസിന് കിട്ടുമല്ലോ. അപ്പോ അവിടെ ചില വിട്ടുവീഴ്ചകൾ ആകാം വേണമെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്ത് തന്നെ വലിയ പ്രതിഷേധം അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്കും നേരിടേണ്ടി വരും. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ നേരിടേണ്ടി വരും, പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ നേരിടേണ്ടി വരും. കാരണം നമ്മുടെ സാധനം മേടിക്കാത്തതിലല്ല, ഇപ്പൊ ചൈനീസ് സാധനം അല്പം വില കുറവായതുകൊണ്ടായിരിക്കുമല്ലോ അമേരിക്കൻസ് ചൈനയുടെ സാധനം മേടിക്കുന്നത്. 44% ആൾക്കാർ അമേരിക്കൻ സാധനമാണ് മേടിക്കുന്ന പറയുന്നത്. ചൈനയുടെ സാധനം വാങ്ങുന്ന പറയുന്നത്. ഈ ചൈനയുടെ സാധനം വിലക്കുറവായതുകൊണ്ടാണ്. അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി എന്ത് പറ്റും? വിലക്കയറ്റം ഉണ്ടാകും. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പണപ്പെരുപ്പത്തിന്റെ പ്രശ്നങ്ങൾ വരും, തൊഴിലില്ലായ്മയുടെ പ്രശ്നം വരും, വലിയ പ്രതിഷേധങ്ങൾക്ക് ഇരയാകും അത്. അല്ലാതെ അവരുടെ ചൈനയുടെ സാധനം കിട്ടാത്തതിന് അവിടെ പ്രതിഷേധം ഉണ്ടാകില്ല. പക്ഷെ മറ്റു കാര്യങ്ങളിലേക്ക് അത് പ്രതിഫലിക്കപ്പെടുക തന്നെ ചെയ്യും. ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു എക്കും ബുക്കും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതിനേക്കാൾ വലിയ കഷ്ടമാണ്. ഇത് അരയാണെങ്കിൽ മറ്റേത് ഫുള്ളാണ്, എല്ലാം തികഞ്ഞ വട്ടാണ്. രണ്ടുപേരും രണ്ട് കാറ്റഗറി പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം 4 വർഷം തികക്കാൻ സാധ്യതയില്ല. അമേരിക്കൻസ് തന്നെ ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ ഈ കമലാ ഹാരിസിനെ പോലെയുള്ള, ഇല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ഭരണത്തിന് കീഴിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നിലവിൽ ട്രംപിന്റെ പഴയ ജനപ്രീതി ഇല്ല. ഇപ്പോൾ നടക്കുന്ന ലേറ്റസ്റ്റ് സർവേയിലൊന്നും അദ്ദേഹത്തിന് പഴയ ആ ഒരു പിന്തുണ ഇല്ല ഇപ്പോൾ. അതായത് അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യം, പിന്നെ സ്വന്തം മോൾക്കും മരുമോനും വേണ്ടിയിട്ട് ഒരുപാട് വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനകത്തൊരു പ്രതിഷേധം, അങ്ങനെ കുറെ അധികം ഇഷ്യൂസുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് അന്ന് വോട്ട് ചെയ്തവരൊന്നും എന്നിപ്പോ വോട്ട് ചെയ്യാൻ വലിയ താല്പര്യം ട്രംപിനോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം.
ഏതായാലും ഇതാണ് ഇന്ത്യയുടെ ഒരു ഉറച്ച നിലപാട്, ശക്തമായ നിലപാട്. അത് ഓരോ ഇന്ത്യക്കാരനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് എന്ത് പറയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷനും ഇല്ല. ഇനിയിപ്പോ നാളെ ബന്ധം വിച്ഛേദിച്ചു പോയി എന്ന് പറഞ്ഞാലും ടെൻഷൻ ഇല്ല.